ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേക്കേഷന് പോയ കഥ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആദ്യം ഞാൻ വിചാരിച്ചു ഇനി ഞാനും കൂടെ വീഡിയോ ഇട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന്. പക്ഷേ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എനിക്കും വിഷമമാവും, നിങ്ങൾക്കതൊരു നഷ്ടമാവും. കാരണം നമ്മുടെ വ്യൂവേഴ്സ് കുറേ പേര് ഗുരുവായൂർ പോയെന്നവരുണ്ട്, അല്ലെങ്കിൽ ഈ വെക്കേഷന് വരുമ്പം സ്റ്റേക്കേഷൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ പോയ മിക്ക സ്ഥലങ്ങളിലേക്കും എല്ലാവരും പോകാറുണ്ട് കേട്ടോ. ഈ വെരി റീസെൻ്റ്ലി അല്ലെങ്കിൽ കുറേ സ്റ്റേക്കേഷന് പോയ ഒരു ഇതിൽ പറയണത് ബെസ്റ്റായിരുന്നു കേട്ടോ. അത് നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വൺ ഡേ എല്ലാവരുമായിട്ട് ഇതൊരു എന്താ പറയുക റീയൂണിയൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. റൂംസിൽ വന്ന് സ്റ്റേ ചെയ്യാൻ മാത്രമല്ല, ഇവിടെ നമുക്ക് വൺ ഡേ പാക്കേജസ് ഒക്കെ ഹൗസ് ബോട്ടിൽ പോകാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം രാവിലെ വരുവാണെങ്കിൽ വെൽക്കം ഡ്രിങ്ക് തന്ന് ഉച്ചയ്ക്ക് ലഞ്ച്, വൈകുന്നേരം സ്നാക്സ്, അങ്ങനെ വെച്ച് ഒരു ഗ്രൂപ്പ്, ഒരു 20 പേരുടെ ഗ്രൂപ്പൊക്കെ വന്നാൽ അടിപൊളിയായിട്ട് അവരത് ഹാൻഡിൽ ചെയ്ത് സെറ്റാക്കി തരും കേട്ടോ. പിന്നെ ഇത് കണ്ടോ, സ്റ്റാഫുകൾ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും ഓൺ ദി സ്പോട്ട് നമുക്കത് അവർ അവൈലബിൾ ആക്കി തന്നിരിക്കും. അപ്പോൾ ഒരു വെരി നിസ്സാരമായ ഒരു കാര്യമാണ് വെള്ളം. നമ്മൾ പറഞ്ഞ അടുത്ത സെക്കൻഡ് നമ്മുടെ കയ്യിലെത്തും. പഞ്ച്വലാണ്, എനിക്കതാണ് കൂടുതൽ ഇഷ്ടമായി. നീറ്റ് ആൻഡ് പഞ്ച്വലായിട്ടുള്ള ഒരു സ്ഥലമായിട്ടും സ്റ്റാഫുകളൊക്കെ നല്ല നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലെ ഒരാൾ സംസാരിക്കുന്ന രീതിയിലാണ് അവരെല്ലാം ചെയ്യുന്നതും. നമ്മൾ പിള്ളേരുമൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. പിള്ളേരവിടെ അവിടുത്തെ ആൾക്കാരായിട്ട് മാറി. പിന്നെ ജിം ഫെസിലിറ്റീസ് ഉണ്ട്, പൂളൊക്കെ അടിപൊളി, വേറെ ലെവൽ പൂളായിരുന്നു. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പൂളാണ്. ഞങ്ങളൊരു പൂളിലേക്ക് പോകുമ്പം തോർത്തും അതും ഇതും ഒക്കെ കൊണ്ടുപോകും. ഇവിടെ പോകുമ്പോൾ അത് വേണ്ട, എല്ലാം അവരവിടെ സെറ്റാക്കിയിട്ടുണ്ട്, വാഷ്റൂമും ഒക്കെ ആയിട്ട്. ഡോൺ ചേട്ടൻ്റെ ചായ തന്നെ മാറി കണ്ടോ. പിന്നെ വെൽക്കം ഡ്രിങ്ക് നല്ല വെറൈറ്റി ആയിരുന്നു. തോമു കുടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, ചാക്കോയെ ഞാൻ പ്രതീക്ഷിച്ചല്ല. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. പിന്നെ നമ്മൾ റൂമും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ വെന്യൂ കണ്ടിട്ട് വേണം അത് ബുക്ക് ചെയ്യണം വെച്ചാൽ അവരോട് ചെല്ലാം. അവരതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരും കേട്ടോ. നിങ്ങൾക്കൊരു റിസപ്ഷൻ നടത്തണം, ഒരു ബാപ്റ്റിസം, എന്തും ആയിക്കോട്ടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഗുരുവായൂർ കല്യാണമാണ് എന്നാൽ നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് ഒരിടത്തിരുന്ന് റെഡി ആയിട്ട് സ്റ്റേ ചെയ്തിട്ടൊക്കെ പോകണമെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷനാണ് ബ്ലൂ സെറിൻ കേട്ടോ. ഞാൻ ആർക്ക് വേണമെങ്കിലും നമുക്ക് കണ്ണടച്ച് റെക്കമെൻഡ് ചെയ്യാൻ സ്ഥലമാണ്. നമ്മളോട് ആയാലും ഒരു പ്രോപ്പർട്ടി ചോദിക്കുകയാണ്, അത് എങ്ങനെയുണ്ട് അവിടെ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ആലോചിച്ചിട്ട് അവർക്ക് അവിടെ പോയാൽ നന്നായിരിക്കുമോ, എങ്ങനെയാവും, ഇത് പറഞ്ഞാൽ ശരിയാവോ എന്നൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ, വളരെ ചുരുക്ക സമയങ്ങളിൽ ആലോചിക്കാറുണ്ടെങ്കിൽ ഇത് ഒന്നും ചോദിക്കേണ്ട. അത് നമുക്ക് കണ്ണു മൂട്ടി പറയാം, നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എല്ലാതും ഉണ്ടായിരുന്നു, A to Z സാധനങ്ങളുണ്ടായിരുന്നു. ടർക്കീസ്, ഞാൻ പറഞ്ഞില്ല, ഒരു എന്താ പറയുക, എവിടെയോ ചെന്ന് പെട്ട പോലെയായിരുന്നു കേട്ടോ. നമ്മുടെ റൂമിൽ ഗ്ലാസ്സാണ് കേട്ടോ, അപ്പോൾ തുറന്ന് ഭയങ്കര വെട്ടാണ്. ഈ ഓൾ പർപ്പസ് കിറ്റ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. സൂചിയും നൂലും ബട്ടൺസും ഒക്കെ ആയിട്ട് കാണുമായിരിക്കും, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളൊരു കുട്ടി, നമ്മൾ ഈ ഒരു ഉച്ച കഴിഞ്ഞ് ഞാൻ പോയത്, അപ്പോൾ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടുത്തെ, ഒരു രക്ഷയില്ല. നമ്മൾ വൈകുന്നേരം ചായ, കാപ്പി, അതുപോലെ തന്നെ പിള്ളേർക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നമുക്ക് കുറച്ച് നഗറ്റ്സ്, മമ്മിക്ക് വെജ് കട്ട്ലറ്റ്സിന് വരെ ഒട്ടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് പുറത്തുനിന്ന് വന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഒക്കെ നല്ല അടിപൊളി ഒരു, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രയ്ക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ കയറി പോകുന്നതാണെങ്കിലും ബട്ട് നമ്മൾ ചിലത് നമ്മുടെ മനസ്സിൽ കയറുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്പോട്ടാണ്. പിള്ളേർക്ക് എന്ത് ചെയ്തിട്ടും മതിയാവില്ല, കാരണം വിശാലമായ സ്ഥലമാണ് ഓടിക്കളിക്കാനും ഒക്കെ. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സ്നാക്സിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചേട്ടൻ്റെ അനിയൻ്റെ സ്നേഹപ്രകടനമാണ്. തോമൊരു ചെറിയൊരു പനി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു മന്തിപ്പണ കാണുന്ന ഇരുന്നിട്ടുള്ള കളികൾ, അല്ലെങ്കിൽ ഇപ്പോൾ പറന്നേനെ അങ്ങനെ. അപ്പോൾ പിള്ളേർക്ക് ഒട്ടും അറിയില്ല, നമ്മൾ എന്തെങ്കിലും സെറ്റാക്കിക്കോളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് അവർ പിള്ളേരെയൊക്കെ കണ്ടിട്ട് നല്ല ബെസ്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചായ അയ്യോ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബുഫയാണ് വരുന്നത്, സൂപ്പറായിരുന്നു. ഭട്ടൂര, ചന മസാല, ഇഡ്ഡലി, അയ്യോ എൻ്റെ ദൈവമേ, പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡ്ഡലി, സാമ്പാർ, എല്ലാം വേർത്തായിരുന്നു കേട്ടോ. ഒരു കാര്യത്തിന് പോലും അത് പൊട്ടായിരുന്നു, അതൊരു സുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് പോലും അതിലില്ല കേട്ടോ. പിള്ളേർക്ക് നല്ലൊരു വിശാലമായ ഒരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുക, കല്യാണത്തിനൊക്കെ നിങ്ങൾ വരികയാണ്, നിങ്ങളുടെ കല്യാണമാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. സൂപ്പറാണ് ചോദിച്ചു, ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ.
എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ ഒന്നും കൂടെ പോയാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഒരു സെറ്റപ്പ് കണ്ടോ, നല്ല സൂപ്പർ. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഭയങ്കര സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെറിയ പാടല്ല. ബട്ട് അവരത് ഭയങ്കര ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു കുഞ്ഞ് മിറ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഷ്ടപ്പാടാണ്. അതേ സമയത്ത് അവർ അത്രയും വലിയൊരു പ്രോപ്പർട്ടി വളരെ ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ ഉണ്ടായിരുന്ന സമയത്ത് കുറേ പേര് ഈ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകാൻ വന്നവരും ഒക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ കുറേ ഫങ്ഷൻസ് ഒക്കെ നടന്നിട്ടുള്ള പ്ലേസാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, അപ്പോൾ അതിൽ കാണും കേട്ടോ. ഫങ്ഷൻസ് നിങ്ങളൊരു ആ ഒരു ഏരിയയിലൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ തൃശ്ശൂർ നടത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ കൊടുക്കണമെങ്കിൽ നല്ല അടിപൊളി സ്പോട്ടാണ്. അവിടെ ഒരു സ്പാ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ജിമ്മുണ്ട്, നമുക്കൊന്ന് മേക്കപ്പിനും ഒക്കെ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ എല്ലാതും ഒരു കുടക്കീഴിൽ എന്ന് പറയില്ലേ, എല്ലാതും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യത്തിന് പോകണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മെയിൻ ഇഷ്ടമായത് ഈ ഒരു ഊഞ്ഞാലാണ് കേട്ടോ. കുറേ നാളായി ഊഞ്ഞാലിലൊക്കെ ആടിയിട്ട്, അതുകൊണ്ട് ആ ഒരു കൊതി അങ്ങ് തീർത്തു. എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ മിസ്സായി എന്നുള്ളതാണ് ഇതിലെ സത്യം. അപ്പോൾ എല്ലാവരും ഇരുന്ന് ആടി. എനിക്ക് തോന്നുന്നു ചാക്കോ മാത്രമാണെന്ന് തോന്നുന്നു. ചാക്കോയ്ക്ക് പേടിയായി, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ചാക്കോ പറഞ്ഞു, ചാക്കോ കണ്ടോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഹൗസ് ബോട്ടിൽ പോയി. ഇവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ പിള്ളേരുടെ 3 പേരുടെയും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഹൗസ് ബോട്ട്. ഞാൻ ആ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി എല്ലാ ഡിമ്പിളിൻ്റെയും മമ്മിയുടെയും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി ഞാനായിട്ടിട്ടിട്ട് ഒരു സീനും കൂടെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എനിക്കുണ്ടായ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കത് പേഴ്സണലി ഇഷ്ടമായി, നിങ്ങൾക്കും അത് ഇഷ്ടമാവും, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വേണ്ടി പറയാനായിട്ട്. എല്ലാം എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടും തോന്നിയിട്ടോ. അങ്ങനെ ഭയങ്കര ബഡ്ജറ്റഡോ ഒന്നുമല്ല, ഹൈ ബഡ്ജറ്റഡ് അല്ല, നമുക്ക് പറ്റും. പക്ഷേ ഇത് ബെസ്റ്റായിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് അതായത് പിള്ളേരെയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ പോയത് ഡോൺ ചാറ്റിൻ്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങിനാണ് കേട്ടോ. ആദ്യം കല്യാൺ 99 പോയി. അങ്ങനെ അവിടുത്തെ 2 സെലക്ട് ചെയ്ത് വെച്ചു. പിന്നെ 2 സ്ഥലത്തൂടെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഡോൺ ചേട്ടൻ ടോപ്പൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ടോപ്പൊന്നും എടുത്തില്ല, ഡോൺ ചേട്ടനുള്ളത് മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ കേട്ടോ. എന്താ പറയുക, ഞങ്ങൾ ആക്ച്വലി ഡോൺ ചേട്ടൻ്റെ ബർത്ത്ഡേ അവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചില കാരണങ്ങൾ കാരണം നമ്മൾ ഒരു ദിവസം മുമ്പേ അവിടെ പോയിട്ട് വന്നു കേട്ടോ. പക്ഷേ എന്തായാലും വേർത്തായി, നമ്മൾ ഭയങ്കര ഹാപ്പിയായി, സാറ്റിസ്ഫൈഡ് ആയി. പിള്ളേരും ഹാപ്പി, നമ്മളും ഹാപ്പി. സാധാരണ പിള്ളേർ മാത്രമേ എന്താ പറയുക പൂളിൽ അർമാദിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മളടക്കം എൻജോയ് ചെയ്തു എന്ന് പറയും. പറഞ്ഞ ഹൗസ് ബോട്ടിങ്ങും അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. ആർക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഈ പുറത്തുനിന്നൊക്കെ വരുന്നവരൊരു ചേഞ്ചിൻ്റെ സ്റ്റേക്കേഷനൊക്കെ പോവുകയാണെങ്കിൽ, നമ്മുടെ തൃശ്ശൂരുള്ളവരൊക്കെ ആണെങ്കിൽ, തൃശ്ശൂർ നല്ല എവിടെയുള്ളവർക്കും പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ തൃശ്ശൂർ കാരണം തൃശ്ശൂർ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിയുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അടിപൊളിയാണല്ലോ എന്ന് നമ്മൾ കണ്ടിട്ട് പോയതാണ് കേട്ടോ. അപ്പം എന്തായാലും അത് നഷ്ടമായില്ല, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളൊരു സ്റ്റേക്കേഷനോ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഒരു താമസ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബ്ലൂസറിൻ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മൾ ഡോൺ ചേട്ടന് വേണ്ടി എടുത്ത ഒരു ഷർട്ട് എന്ന് പറയുന്നത്. ഫാസിയോ എന്നാണ് കേട്ടോ എടുത്തത്. ജീൻസ് ഞാൻ ലാസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത കുറച്ച് ജീൻസുകളിൽ ബാക്കി ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാതും അടിപൊളിയായിരുന്നു. ബർത്ത്ഡേക്ക് ശരിക്കും മുന്നേ നമ്മളൊന്ന് ഒരു സ്റ്റേക്കേഷന് പോയിട്ട് വന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒക്കെ അടിപൊളിയായി. അങ്ങനെ എല്ലാതും അടിപൊളിയാക്കി തന്ന നിങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വിഷസൊക്കെ തന്നതിന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നതൊക്കെ കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.